എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു അടിപൊളി സ്വീറ്റ് ഉണ്ടാക്കാം. ഇതൊരു ബംഗാളി സ്വീറ്റ് ആണ്. പേര് കാലോജാം. ഇന്ന് ഏതാണ്ടൊക്കെ ഒരു ഗുലാബ് ജാമുൻ പോലെ തന്നെയാണ്, പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. ഇൻഗ്രീഡിയൻസും വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാൽപ്പൊടി, മിൽക്ക് പൗഡർ, ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ റവ സൂജി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് ഇനി നമ്മളിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നെയ്യും കൂടെ ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറേശ്ശെ പാലൊഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. കുറേശ്ശെ ഒഴിക്കുക. കാരണം പാൽപ്പൊടിയായ കാരണം കൊണ്ട് പാലൊഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ ഇത് ലിക്വിഡ് ഫുഡ് കളറാണ് ചേർക്കണത്. നിങ്ങളുടെ കയ്യിൽ പൗഡറാണ് ഉള്ളതെന്ന് വെച്ചാൽ അതും ചേർത്താലും കുഴപ്പമൊന്നുമില്ല. റെഡ് കളർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും നമ്മൾ കുറേശ്ശെ പാലൊഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുക്കാം. ഇപ്പം മാവ് നന്നായിട്ട് കുഴച്ചെടുത്തു. ഇതപ്പോൾ കയ്യുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഇത് കുഴപ്പമില്ല. ഇനി നമുക്ക് കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാം. അപ്പം നമ്മൾ ഈ സ്പൂൺ കൊണ്ട് ഈ കൈമുള്ളതൊക്കെ ഇങ്ങനെ വടിച്ചെടുക്കാം. ഇനി നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ തടവുക, 2 കൈയിലും. എന്നിട്ട് ഇതിൽ നിന്ന് ഓരോ ഉരുളയാക്കിയിട്ട് എടുക്കുക, ചെറുത്ത് ഇങ്ങനെ നന്നായിട്ട് ഉരുട്ടാം. കൈമ വെച്ചൊന്ന് ഇങ്ങനെ ഉരുട്ടുക. ഇനി ഇത് ഇങ്ങനത്തെ ഷേപ്പിലാക്കാം. കാലോജാം എന്ന് പറയുന്നത് ഇതേപോലത്തെ ഷേപ്പിലാണ്. ഇതേപോലെ എല്ലാം നമുക്ക് ഷേപ്പാക്കി ഉരുട്ടിയെടുക്കാം. ഇപ്പം എല്ലാം നമ്മളിങ്ങനെ നല്ല ഷേപ്പാക്കി എടുത്തു. 1 കപ്പ് മിൽക്ക് പൗഡർ കൊണ്ട് 10 കാലോജാം ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര, 2 കപ്പ് വെള്ളം, ഇതിലേക്ക് 2 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളക്കട്ടെ. പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം സിമ്മിൽ വെക്കാം. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ കാലോജാം ബോൾസൊക്കെ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിടുക. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്, അപ്പോൾ അതിന് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ തീ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഒപ്പം അതോടുകൂടെ തന്നെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടാവേണ്ട ആവശ്യമില്ല. ഇതിലിട്ട് കൊടുത്തിട്ട് പതുക്കേനെ അങ്ങനെ ചൂടായി വന്നാൽ മതി. എണ്ണ ചൂടായി വരും തോറും നമ്മുടെ ബോൾസും ഫ്രൈ ആവും. എണ്ണ ചൂടായി വരും തോറും നമ്മുടെ ബോൾസും പതുക്കേനെ വെന്ത് വരും. എണ്ണ ചൂടായി വരുന്നതോട് കൂടെ തന്നെ വേണ്ട ബോൾസ് ഇങ്ങനെ വീർത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കേനെ ഒന്ന് റൗണ്ട് ആക്കിക്കൊണ്ടേയിരിക്കുക. പിന്നെ മറിച്ചിടുക. പതുക്കേനെ മറിച്ചിടുക. ഓരോ സൈഡായിട്ട് ഇങ്ങനെ മറിച്ചിട്ടുകൊണ്ടേയിരിക്കുക. ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ മറിച്ചിട്ടുകൊണ്ടേയിരിക്കാം. എല്ലാം നമുക്കിപ്പോൾ ഒന്ന് മറിച്ചിടാം. അപ്പം എല്ലാം മറിച്ചിട്ടു. ഇനി ഇങ്ങനെ കുറേശ്ശെ വീണ്ടും നമുക്ക് ഇങ്ങനെ മറിച്ചിട്ടുകൊണ്ടേ ഇരിക്കണം. ഇത് നല്ല ഡാർക്ക് ചോക്ലേറ്റ് കളറാവും. അതുവരെയും നമ്മൾ പതുക്കേനെ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ മറിച്ചിടുക. നമ്മൾ ചെറിയ തീയിലിട്ട് ഇങ്ങനെ വേവിക്കണ കാരണം കൊണ്ട് കുറച്ച് സമയം പിടിക്കും.
എന്നാലും ടേസ്റ്റ് സൂപ്പറാണ്. ചില സൈഡൊക്കെ ഇപ്പോൾ ലൈറ്റ് ഡാർക്ക് ഷെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവാത്ത ഭാഗം അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഒന്നും കൂടി ബ്രൗൺ ആയിട്ടുണ്ട്. കുറച്ചും കൂടി ബ്രൗൺ ആവണം, നല്ല ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ ആവണം, നല്ല കറുത്ത കളറാവണം ശരിക്കും. അപ്പോൾ പുറത്ത് നല്ല കറുപ്പായിരിക്കും, ഉള്ളിൽ നമ്മൾ എന്ത് കളറാണോ ഇടുന്നതെന്ന് വെച്ചാൽ ആ കളറിൻ്റെ കളറും ഉണ്ടാവും. ഇത്രയും മതി. ഇതിപ്പോൾ നല്ല ഡാർക്ക് ചോക്ലേറ്റ് കളറായിട്ടുണ്ട്. ഇത് നമുക്ക് എടുക്കാം. നമ്മുടെ ഷുഗർ സിറപ്പ് ഏതാണ്ട് ഒരു 5 മിനിറ്റ് നേരമായി സിമ്മിലിട്ടിട്ട് നമ്മളെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് നമ്മുടെ കാലോജാം ഒന്നൊന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് പതുക്കെ ഞാനൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്യും. നമുക്കൊന്ന് ഷുഗർ സിറപ്പിലേക്ക് ഒന്ന് മുക്കി കൊടുക്കാം എല്ലാതും. ഈ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് നേരം സിമ്മിലിട്ടതിന് ശേഷം നമുക്കത് 1 മണിക്കൂർ നേരം ഇങ്ങനെ ഈ ഷുഗർ സിറപ്പിലാണ് ഇട്ട് വയ്ക്കാം. അപ്പോൾ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് പിടിക്കും ഇതിൽ. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. ഇപ്പം ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് നമ്മുടെ കാലോജാം എടുത്ത് നോക്കാം. ഇപ്പോൾ കണ്ട എല്ലാ ഷുഗർ സിറപ്പും ഇതിൽ കുടിച്ചു. നല്ല വലുതായി ഒരു ഡബിൾ സൈസായി. ഡബിളല്ല, അതിന് മേലെ സൈസായി. ഇതാ എല്ലാ ഷുഗർ സിറപ്പും പിടിച്ചിട്ട് നല്ല ഡബിൾ സൈസ് ആയിട്ടുണ്ട്. നല്ല സ്വാദാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോട് കൂടെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.